ഓഫ് ക്യാമ്പസ് അക്കാഡമി 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ ക്വാർട്ടർലി എക്സാമിനേഷന് ആവശ്യമായിട്ട് വേണ്ടുന്ന ജോഗ്രഫിയിലെ പാഠഭാഗങ്ങൾ 3 ചാപ്റ്റേഴ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഋതുഭേദങ്ങളും സമയവും, രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള കാറ്റിൻ്റെ ഒരിടം തേടി എന്ന ചാപ്റ്ററും, മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാനവ വിഭവശേഷി വികസനവും ഇന്ത്യയിൽ എന്ന പാഠഭാഗവുമാണ് ഈ വരുന്ന ക്വാർട്ടർലി എക്സാമിനേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ യൂണിറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പാഠഭാഗം തുടങ്ങുന്നത് 2 ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒന്ന്, ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ ഗതാഗത നിയന്ത്രണം നടത്തുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഒരു കർഷകൻ പരമ്പരാഗത കാർഷിക രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നിലമുഴുന്നതുമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളെക്കുറിച്ച് ഇവിടെ സൂചന കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നു, ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. കർഷകൻ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഭക്ഷ്യോൽപാദനത്തിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് കർഷകൻ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കാളകൾ കൊണ്ട് നിലം ഉഴുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാനവ വിഭവത്തെക്കുറിച്ച് നമ്മൾ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ മാനവ വിഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും മാനവ വിഭവം എന്ന് വെച്ചാൽ ഉൽപ്പാദനരംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് നമ്മൾ മാനവ വിഭവം എന്ന് പറയുക. ഉൽപ്പാദനരംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെ നമ്മൾ മാനവ വിഭവം എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മാനവ വിഭവശേഷി വികസനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മാനവ വിഭവശേഷി വികസനം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെ മാനവ വിഭവശേഷി വികസനം എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട്, ആരോഗ്യ പരിപാലനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പരിശീലനം കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ കായികം എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ ഏതൊക്കെയെന്ന് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന്, വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം ശ്രമത്തിലൂടെ കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഒന്നാമത്തെ തലം. അപ്പോൾ ഏതൊരു വ്യക്തിയും നമ്മൾ എത്ര തന്നെ സഹായിച്ചാലും ശരി, ഓരോ വ്യക്തികളും തന്നെ വിചാരിക്കണം അവരുടെ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ. അതാണ് ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട്, കുടുംബം വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അപ്പം വ്യക്തികൾ സ്വപരിശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ കുടുംബം എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു, അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറയുന്നത്, വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം, പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. വിവിധ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യുനെസ്കോ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഏജൻസികൾ പഠനം, പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നാലാമതായിട്ട്, രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഗവൺമെൻറ് രാഷ്ട്രം ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആളുകളുടെ കുട്ടികളുടെയൊക്കെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിർബന്ധവുമായിട്ട് വിദ്യാഭ്യാസം നൽകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകളാണ്. അടുത്തതായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നത് മാനവ വിഭവത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. അതിന് ഗുണപരമായ സവിശേഷതകളുണ്ട്, ഗണപരമായ സവിശേഷതകളുണ്ട്. ഗുണപരമായ സവിശേഷത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നു. ഒന്ന്, ജനസംഖ്യാ വലുപ്പം, ജനസാന്ദ്രത, ജനസംഖ്യാ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ജനനനിരക്ക്, മരണനിരക്കുണ്ട്. ജനസംഖ്യാ ഘടനയുമായിട്ട് പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്ക് എന്നിങ്ങനെയുണ്ട്. അതിൻ്റെ ബി പാർട്ടിൽ കാണിക്കുന്നത് ഗുണപരമായ സവിശേഷതകളാണ്. അത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷരതാ നിരക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ ആയുർദൈർഘ്യത്തെക്കുറിച്ചും പഠിക്കുവാനുണ്ട്. അപ്പം മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന പാഠഭാഗത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ഗണപരമായ സവിശേഷതകളെക്കുറിച്ചാണ് നമുക്ക് പരിശോധിക്കണം. ഗണപരം വെച്ചാൽ ഒരു കൂട്ടം സവിശേഷതകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലേറ്റവും ആദ്യമായിട്ട് ജനസംഖ്യാ വലുപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലുപ്പം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത്
ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെ ആ രാജ്യത്തെ ജനസംഖ്യാ വലിപ്പം എന്ന് പറയുന്നത്. നിശ്ചിത സമയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 10 വർഷമാണ്. കാരണം 10 വർഷത്തിനുള്ളിലാണ് നമ്മൾ സെൻസസ് റിപ്പോർട്ട് എടുക്കാറ്. ആ ഒരു നിശ്ചിത സമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഒരു പോയിൻ്റാണ്. ജനസംഖ്യാ വലുപ്പം എന്താണ്? ജനസംഖ്യാ ശാസ്ത്രം എന്നാണ് പിന്നീട് പഠിക്കാനുള്ളത് നമുക്ക്. എന്താ ജനസംഖ്യാ ശാസ്ത്രം? ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷത തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, എണ്ണം അത് അല്ലെ ജനസംഖ്യ എന്താണ്? എണ്ണം കൂടാം കുറയാം. ഘടനാപരമായ സവിശേഷത എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷാനുപാതമൊക്കെ ഘടനാപരമായ സവിശേഷതയിൽപ്പെടുന്നവയാണ്. ഇതൊക്കെ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയ്ക്ക് നമുക്ക് എന്ത് പറയാം? ജനസംഖ്യാശാസ്ത്രം എന്നാണ് പറയുക, അഥവാ ഡെമോഗ്രാഫി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ പഠനം എന്തിനാണ് ജനസംഖ്യാ പഠനം നടത്തുന്നത്? ജനസംഖ്യാ പഠനം നടത്തുക വെച്ചാൽ വളരെ ചിലവേറിയൊരു പ്രോഗ്രാമാണ്. സെൻസസ് റിപ്പോർട്ട് എടുക്കുക, കാനേഷുമേരി എടുക്കുക എന്നുള്ളത്. അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള പോയിന്റുകളിലൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം എണ്ണം എടുക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് എത്രമാത്രം ഭക്ഷ്യവിഭവങ്ങൾ ആവശ്യമാണ്, എത്ര വസ്ത്രം വേണം, എത്ര വീട് വേണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എടുക്കണം, സേവനങ്ങൾ എടുക്കണം, അല്ലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം എണ്ണം എടുക്കണം. പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സർക്കാർ സാധിക്കുന്നു. അപ്പം സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിലെ ഭക്ഷ്യവിതരണവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താണ്? ആ പ്രവർത്തന പരിപാടികളാണ്. അതൊക്കെ ആസൂത്രണം ചെയ്യണമെങ്കിൽ എന്താണ്? സർക്കാരിന് സാധിക്കണമെങ്കിൽ ജനസംഖ്യാ പഠനം നടത്തേണ്ടതുണ്ട്. രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ വേണ്ടിയിട്ട്, അല്ലേ, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലേ, മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ വേണ്ടി നമുക്ക് ജനസംഖ്യാ പഠനം നടത്തണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുക. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ അറിയാമല്ലോ, അല്ലേ, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, അല്ലെ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അതൊക്കെ എത്ര എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് എത്ര ജനങ്ങളുണ്ടെന്നുള്ളത് അവിടുത്തെ അതാത് കാലത്തെ ഭരണകൂടങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക. അപ്പോൾ ഒരു രാജ്യത്ത് എന്താണ്, അല്ലെ, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും കരുതിയാൽ മതിയോ? അതുപോരാ. അപ്പോൾ മാസങ്ങളോളം ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര ഭക്ഷ്യവസ്തുക്കൾ വേണം, അല്ലേ, എത്ര മറ്റ് സൗകര്യങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്ര മെഡിസിൻസ് നമ്മൾ കരുതണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് മുൻകൂട്ടിയുള്ള എന്താണ് നമ്മുടെ രാജ്യത്തിലെ ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തണമെങ്കിൽ ജനസംഖ്യാ പഠനം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ദെൻ സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ജനസംഖ്യാ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കാൻ നമ്മൾ ജനസംഖ്യാ പഠനം നടത്തണം. അപ്പോൾ ജനസംഖ്യാ പഠനം നടത്തുന്നുണ്ടോ, ഗുണങ്ങൾ എന്തൊക്കെയാണ് 4 മാർക്കിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ 4 പോയിന്റുകളും നിങ്ങൾ ഉത്തരമായിട്ട് എഴുതുക. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണ്? ജനസാന്ദ്രത എന്നാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി, അല്ലേ. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത. നമ്മൾ പറയുന്നത് നഗരങ്ങൾ ജനസാന്ദ്രമാണ്, ഗ്രാമങ്ങൾ ജനസാന്ദ്രത കുറവാണ്, അല്ലേ, എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ജനസാന്ദ്രതയുടെ കണക്ക് നോക്കിയിട്ടാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത്. അടുത്ത നമുക്ക് ജനസംഖ്യാ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ജനസംഖ്യാ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യാ വളർച്ച എന്ന് പറയുക, അല്ലേ. അപ്പം ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇതിലൊന്നാണ് ജനനനിരക്ക്, മറ്റൊന്ന് മരണനിരക്ക്, മറ്റൊന്ന് കുടിയേറ്റം. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുക, അത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള എന്താണ് കാരണങ്ങളാണ് 3 പോയിന്റുകൾ. അതിലൊന്ന് ജനനനിരക്ക്. ഒരു വർഷത്തിൽ എന്താണ് ജനനനിരക്ക് എന്ന് വെച്ചാൽ ആകെ ജനസംഖ്യയിൽ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ജനനനിരക്ക് എന്ന് പറയുന്നത്. ആകെ ജനസംഖ്യയിൽ 1000 പേരെടുക്കുക, അതിൽ എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതിന് നമ്മൾ പറയും ജനനനിരക്ക് എന്നാണ് പറയുക. ഇനി എന്താണ് മരണനിരക്ക്? ആകെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര മരണങ്ങൾ നടക്കുന്നു എന്നതാണ് മരണനിരക്ക്. ആകെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര മരണങ്ങൾ നടക്കുന്നു എന്നതാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് കുടിയേറ്റം? ജനസംഖ്യ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കുടിയേറ്റം. ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറുന്നതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറുന്നതിന് നമുക്ക് കുടിയേറ്റം എന്ന് പറയുന്നു. നമുക്കിവിടെ പഠിക്കാനുള്ള എന്താണ്? ജനസംഖ്യാ ഘടന എന്നാണ്. എന്താ ജനസംഖ്യാ ഘടന? ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രായഘടന എന്ന് പറയുക. ജനസംഖ്യ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു പ്രായത്തിൽപ്പെട്ട ആളുകളല്ലല്ലോ, പല പ്രായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പം വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തിരിക്കും.
ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയും ആനുപാതികമായി വിശേഷിപ്പിക്കുന്ന സംവിധാനത്തെ നമ്മൾ പ്രായഘടന എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 3 തരത്തിലുള്ള പ്രായഘടന, 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളെ കണക്കെടുപ്പിൽ ഉണ്ടാവാറ്. ഒന്ന് 0 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, മറ്റൊന്ന് 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള പങ്കാളിത്ത കണക്കിൽപ്പെട്ട ആളുകൾ, 60 വയസ്സിന് മീതെയുള്ള വൃദ്ധരായിട്ടുള്ള ജനങ്ങൾ. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. ഒന്ന് 0 to 14 ആൻഡ് 15 to 59, 60 above എന്നിങ്ങനെയാണ് ഈ പ്രായഘടന. അതിലെ ഏറ്റവും ആദ്യമായി നമുക്ക് തൊഴിൽ പങ്കാളിത്ത നിരക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്? ഈ ജനസംഖ്യയുടെ ഒരു വിഭാഗം എന്താണ് പങ്കാളിത്ത നിരക്കിൽപ്പെട്ടിരിക്കുന്നു. എന്തൊരു പങ്കാളി? തൊഴിൽ പങ്കാളികളായവരാണ്. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായവരുടെ എണ്ണം ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തെ നമ്മളെന്ന് പറയുക തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറയാം. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചുരുക്കി ഇങ്ങനെ പറയാം. എന്താണ് പങ്കാളിത്ത നിരക്ക്? ആകെ ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവരുടെ വിഹിതമാണ് പങ്കാളിത്ത നിരക്ക് എന്ന് പറയാം. അത് എത്ര വയസ്സിൽപ്പെട്ട ആളുകളാണ്? 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽപ്പെട്ടവരാണ്. രാജ്യപുരോഗതിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകാൻ കഴിവുള്ളവരാണ് ഇത്തരത്തിലുള്ള തൊഴിൽ പങ്കാളിത്ത നിരക്കിൽപ്പെട്ട ആളുകൾ. പങ്കാളിത്ത നിരക്ക് നോക്കുന്ന സമയം സ്വാഭാവികമായിട്ട് നമുക്ക് ആശ്രയത്വ നിരക്ക് എന്താണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. 0 മുതൽ 14 വയസ്സ് വരെയുള്ള 60 വയസ്സ് വരെക്ക് മുകളിലുള്ള ആളുകളുമാണ് ആശ്രയ നിരക്കിൽപ്പെട്ടവർ. 0 മുതൽ 14 വയസ്സ് വരെയുള്ള ആളുകളും 60 വയസ്സിന് മുകളിലുള്ള ആളുകളും ആശ്രയത്വ ജനവിഭാഗത്തിൽപ്പെടുന്നു. ആകെ ജനസംഖ്യയിൽ ഇവരുടെ അനുപാതത്തെ ആശ്രയത്വ നിരക്ക് എന്നാണ് പറയുക. അതുകൊണ്ട് എങ്ങനെ പറയാം? ആകെ ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവരെ ആശ്രയിച്ചു ജീവിക്കുന്നവരുടെ അനുപാതത്തെ നമുക്കെന്ത് പറയാം? ആശ്രയത്വ നിരക്ക് എന്ന് പറയാം. അതെത്ര? 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്താണ് തൊഴിലെടുക്കുന്ന ആളുകളെ ആശ്രയിക്കുന്നു. 60 വയസ്സിന് മീതെയുള്ള പ്രായം ചെന്ന ആളുകളും വൃദ്ധരായുള്ള ജനങ്ങളും എന്ത് ചെയ്യുന്നു? സീനിയർ സിറ്റിസൺസൊക്കെ എന്ത് ചെയ്യുന്നു? ഈ തൊഴിലെടുക്കുന്ന ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ. ഇതിൽ നമ്മൾ സ്ലൈഡിൽ ഉൾപ്പെടാത്ത ചില പോയിന്റ്സ് കൂടി നമുക്ക് ഈ ഒരു ഗണപരമായ സവിശേഷത പഠിക്കുവാനുണ്ട്. അതിലൊന്നാണ് സെൻസസ് അഥവാ കാനേഷുമാരി എന്ന് പറയുന്നത്. എന്താണ് കാനേഷുമാരി? ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിക്കുന്ന വിവിധ വിവരങ്ങളുടെ ശേഖരണവും കൂട്ടിച്ചേർക്കലും വിശകലനവും പ്രസിദ്ധീകരണവുമാണ് സെൻസസ്. ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ, അപ്പോൾ ഇന്ത്യയിലൊക്കെ സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. അതാണ് 10 വർഷമാണ് നിശ്ചിത കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകളുടെ വിവിധ വിവരങ്ങളുടെ ശേഖരണം, കൂട്ടിച്ചേർക്കൽ, വിശകലനം, പ്രസിദ്ധീകരണം, ഈ ഘട്ടങ്ങളാണ് 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ഇതിനെ നമ്മൾ കാനേഷുമാരി അഥവാ സെൻസസ് എന്ന് പറയുന്നത്. ഈ സെൻസസിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് കുടുംബാംഗങ്ങളുടെ വിവരങ്ങളായിരിക്കും. സെൻസസിനൊരു എടുക്കുന്ന സമയത്ത്, കണക്കെടുക്കുന്ന സമയത്ത് നിങ്ങളെ കണക്കെടുക്കാൻ വരുന്ന ആളുടെ കയ്യിലൊരു ഫോം ഉണ്ടാവും. ഫോമിനകത്ത് നിരവധി ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ഫോമായിരിക്കും ഉണ്ടാകുക. അതാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ചോദിക്കും, വ്യക്തിയുടെ തൊഴിലില്ലായ്മ ചോദിക്കും, താമസിക്കുന്ന വീട് ചോദിക്കും, തരം ചോദിക്കും, വീടിൻ്റെ അവസ്ഥ ചോദിക്കും, കുടിവെള്ള ലഭ്യത, കിണറാണോ മറ്റ് ലഭ്യത ആണോ എന്ന് ചോദിക്കും, വൈദ്യുതീകരിച്ചതാണോ എന്ന് ചോദിക്കും, വിദ്യാഭ്യാസ നിലവാരം ചോദിക്കും, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആരോഗ്യ നിലവാരം ചോദിക്കും, വീടിനുള്ള മറ്റ് സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ഇതൊക്കെ സെൻസസ് റിപ്പോർട്ടുമായിട്ട് സെൻസസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ കണക്കെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് പിന്നീട് സെൻസസ് റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ സെൻസസ് ഏറ്റവും അവസാനമായി നടന്നത് 2011 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 121 കോടി ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ 2021 കോവിഡ് കാരണം സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2024 എത്തുന്ന സമയത്തും സെൻസസ് നടന്നിട്ടില്ല. ഇനി മിക്കവാറും നമ്മൾ 2031 അടുത്ത സെൻസസ് വരിക. ഏകദേശം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട് എന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് കൃത്യമല്ല. അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ അനുപാതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷ അനുപാതം, ആകെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. ആകെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാരെടുക്കുക, അതിൽ എത്ര സ്ത്രീകൾ ഉണ്ട് എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകളാണുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഇന്ത്യയിൽ സ്ത്രീകളുടെ എണ്ണം ഓരോ 1000-നും 60 സ്ത്രീകൾ കുറവാണ്. അതേ സ്ഥാനത്ത് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 2014 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1040 സ്ത്രീകളുണ്ട്. അപ്പോൾ എന്താണ് സ്ത്രീ പുരുഷ അനുപാതം? ആകെ ജനസംഖ്യയിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. അപ്പോൾ ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണുള്ളത്. അതിലൊന്ന്
ഗണപരമായ സവിശേഷതയും മറ്റൊന്ന് ഗുണപരമായ സവിശേഷതയുമാണ്. അത് ഗണപരമായ സവിശേഷത നമ്മളിവിടെ ചർച്ച പൂർത്തിയായി. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗണപരമായ അടുത്ത ക്ലാസ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഗണപരമായ സവിശേഷതകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും വളരെ കൃത്യമായിട്ട് കണ്ട് പഠിക്കുവാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1-2 ചാപ്റ്റേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ അത് ക്ലാസ്സുകൾ കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ആൾ.